ഭഗവതി വാസുദേവായ ശ്രീ മഹാദേവിയേ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ജഗദംബികായേ നമ. നല്ലൊരു കഥ. നല്ല കഥ എന്ന് വെച്ചാൽ ദേവിയുടെ മഹിമ, ശതാക്ഷിയുടെ മഹിമയാണ് വർണ്ണിക്കുന്നത്. ആളാറ്റുകാലമ്മയുടെ പൊങ്കാലയല്ലേ, അപ്പൊ ആ ശതാക്ഷിയുടെ മഹിമ എന്ന് വർണ്ണിക്കാം. രാജർഷിയും ധർമ്മേകനിഷ്ഠനും ശതാക്ഷി പാദഭക്തനുമായ ഹരിശ്ചന്ദ്ര രാജാവിന്റെ കഥ അത്യത്ഭുതം തന്നെ. ആ ശതാക്ഷിയായ ശിവ എവിടെ നിന്നാണ് ഉണ്ടായത്? ആ ദിവ്യമായ കഥ പറഞ്ഞു തന്ന എന്റെ ജന്മം സഫലമാക്കൂ മഹർഷി എന്ന് രാജാവ് പറയാൻ തുടങ്ങി. അപ്പൊ ദേവീ കഥകളും മഹാത്മകളും എത്ര കേട്ടാലും ഭക്തന്മാർക്ക് മതി വരില്ല. അത് ദേവിയുടെ കഥയല്ല, ആ ഭഗവാന്റെ മഹാവിഷ്ണുവിന്റെ കഥയായാലും ആ പൊന്നുണ്ണി കണ്ണന്റെ കഥയായാലും ഓരോരാളുടെ ഭക്തിയല്ലേ, ഓരോ ഈശ്വരന്മാരോട് ഓരോരാൾക്ക് ഭക്തി കൂടുതൽ. അങ്ങനെയുള്ളവർക്ക് അവർ ആ ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ കഥ കേട്ടാലും മതിയാവാറില്ല സാധാരണ തന്നെ. നമ്മുടെ പരീക്ഷത്ത് മഹാരാജാവിന് എത്ര കേട്ടാലും ഭഗവാന്റെ കഥ മതിയാവൂല എന്ന് പറയും. അതുപോലെ പരീക്ഷത്ത് മഹാരാജാവിന്റെ മകനായ ജനമേജയന് ദേവിയുടെ കഥ എത്ര കേട്ടാലും മതിയാവുന്നില്ല എന്ന് പറയണം. അശ്വമേധയാഗത്തിന്റെ ഫലം കിട്ടുന്നതിന് തുല്യമാണ് ഈ കഥാശ്രവണമെന്നും ഒരു ഫലശ്രുതിയുണ്ട്. ദേവീഭക്തനായ നിന്നോട് ശതാക്ഷി ചരിതം പറഞ്ഞു തരാം. പണ്ട് ഹിരണ്യാക്ഷന്റെ വംശത്തിൽ രുരുപുത്രനായ ദുർഗമൻ എന്നൊരു ദുഷ്ടനായ ദൈത്യനുണ്ടായിരുന്നു. ദേവന്മാർക്ക് ബലം വേദമാണല്ലോ. അപ്പോൾ വേദമില്ലാതെ ആയാൽ ദേവന്മാർ നശിക്കും. അതിനുവേണ്ടി ദുർഗമൻ എന്ത് ചെയ്തു? ഹിമാലയ പർവ്വതത്തിൽ ചെന്ന് വായു മാത്രം ഭക്ഷിച്ച് കഠിന തപസ്സിൽ ഏർപ്പെട്ടു. എന്തിന്? വേദങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി. 1000 കൊല്ലത്തോളം അപ്രകാരം തപസ് ചെയ്തപ്പോൾ ആ തേജസ് കൊണ്ട് ദേവന്മാരും ദാനവന്മാരും തപ്തരായി. തപിച്ചു 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 ഇപ്പൊ ദഹിച്ചു പോകുന്നുള്ള ഘട്ടത്തിലെത്തിപ്പോയി അവരൊക്കെ. അങ്ങനെ ദുർഗമന്റെ തപസ്സിൽ തുഷ്ടനായ ബ്രഹ്മദേവൻ, ഈ ബ്രഹ്മദേവന് ആര് സ്തുതിക്കഴിഞ്ഞാലും സന്തോഷായി. അതാണ് ബ്രഹ്മദേവൻ സംസാരൂഢനായി പ്രത്യക്ഷപ്പെട്ടു. കണ്ണടച്ച് ഉഗ്രതപസ് ചെയ്യുന്ന ദാനവനോട് ബ്രഹ്മാവ് പറഞ്ഞു, ദാനവ, ഞാൻ സന്തോഷിച്ചിരിക്കുന്നു കേട്ടോ, എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ മതി, ഞാൻ തരാമെന്ന് പറഞ്ഞു. ബ്രഹ്മാവിന്റെ സ്പഷ്ടമായുള്ള വാക്കുകൾ കേട്ടപ്പോൾ ദൈത്യൻ തപസ് അവസാനിപ്പിച്ചു, കണ്ണു തുറന്നു. ബ്രഹ്മദേവനെ കണ്ട് ദുർഗമൻ എഴുന്നേറ്റ് കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഇതേ സെക്കൻഡിൽ എന്നെ കൊല്ലാനും വായി ഓടുപറകെ. ഇതാണ് ഇവരുടെ ഈ ദാനവന്മാരുടെ. എന്നിട്ട് പറയുകയാണ്, ദേവദേവേശ, വേദങ്ങളും എല്ലാ ദിവ്യമന്ത്രങ്ങളും എന്നിൽ തന്നെ ഇരിക്കണം. അതുമാത്രം പോരാ, ദേവന്മാര് ജയിക്കാനുള്ള ശക്തിയും എനിക്ക് തരണം. ഈ ദൈത്യന്റെ വാക്ക് കേട്ട് ബ്രഹ്മാവ് അങ്ങനെ തന്നെ ആവട്ടെ, അതാ ഒന്ന് ആലോചിച്ചിട്ട് വരം കൊടുക്കുന്ന ഒരേ ഒരാള് മഹാവിഷ്ണു മാത്രമാണ്. മറ്റ് ബ്രഹ്മദേവനായാലും മഹാദേവനായാലും അങ്ങനെയില്ല. ഉടനെ തഥാസ്തു എന്ന് പറയും എന്നും പറഞ്ഞ് സത്യലോകത്തേക്ക് യാത്രയാവുകയും ചെയ്തു അദ്ദേഹം. അന്ന് തൊട്ട് ബ്രാഹ്മണർക്ക് വേദം തോന്നാതായി. അതെല്ലാം ഇവന്റെ മനസ്സിലേക്ക് അടക്കിയെടുത്തില്ലേ. ബ്രാഹ്മണന്മാർ ആലോചിച്ചു, എന്തെന്ന് ഇങ്ങനെ പറ്റിയത്, നമുക്ക് വേദങ്ങളൊന്നും ഓർമ്മ വരുന്നില്ലല്ലോ ഈശ്വര. ഘോരമായ ആപത്തുകൾ ഭൂമിയിൽ കണ്ടു തുടങ്ങുകയും ചെയ്തു. യജ്ഞമില്ലാത്തതുകൊണ്ട് ദേവന്മാർക്ക് ഹവിർഭാഗം കിട്ടാതെയായി. ജരയും ബാധിച്ചു. ദുർഗമദൈത്യൻ അമരാവതിയിൽ താമസവും തുടങ്ങി. ആ അസുരനോട് എതിരിടാൻ ശക്തിയില്ലാതെ ദേവന്മാർ ഗിരിദുർഗങ്ങളിലും അതുപോലെ മേരുപർവ്വതത്തിന്റെ ഗഹ്വരങ്ങളിലും അഭയം പ്രാപിച്ച് രഹസ്യമായി ജഗദംബയെ ആരാധിച്ചു. ഹോമാദികളില്ലാത്തതിനാൽ നാട്ടിൽ അനാവൃഷ്ടിയായി. മഴയില്ലാത്തത് കൊണ്ട് നദികളും കുളങ്ങളും കിണറുകളും വറ്റി വരണ്ടു. വെള്ളം കിട്ടാതെ കൊണ്ട് നാട്ടിൽ മനുഷ്യരും മൃഗങ്ങളും ചത്തൊടുങ്ങി. അവരുടെ ശവം കുന്നുകൂടി കിടന്ന് മലപോലെയായി. ഭൂമിയിൽ പലവിധ അനർത്ഥങ്ങളും കണ്ടപ്പോൾ ബ്രാഹ്മണന്മാർ ദേവിയെ ശരണം പ്രാപിച്ച് ഏകാഗ്രമായി ധ്യാനം ചെയ്യാൻ തീർച്ചയാക്കി. അവർ ഹിമാലയത്തിൽ ചെന്ന് ജഗദംബയെ നിരാഹാരമായി ധ്യാനം തുടങ്ങി. അവർ പ്രാർത്ഥിച്ചു, ഞങ്ങൾ തെറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ, ഞങ്ങളിൽ ദയാവായ്പുണ്ടാവണേ. എല്ലാവരിലും അന്തരാത്മാവായി സ്ഥിതി ചെയ്യുന്ന ദേവി, അവിടുത്തെ പ്രേരണ കൊണ്ട് മാത്രമല്ലേ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. ഈ മഹാസങ്കടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ മഹേശ്വരി. ദേവി ചിദാനന്ദ സ്വരൂപിണി, ദേവിയെ തൊഴാം.
ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞ് വേദം പാടുന്ന ബ്രഹ്മത്തെ അതായത് സർവേശ്വരിയെ തൊഴാം. ഇപ്രകാരം സ്തുതിച്ച സമയത്ത് ഭുവനേശ്വരിയായ ദേവി അവർക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ഞങ്ങൾക്ക് ശാന്തി ഉണ്ടാവാനായി അനവധി കണ്ണുകൾ ഉള്ളത് കൊണ്ട് ദേവി ശതാക്ഷി എന്ന പേരിൽ പ്രസിദ്ധി ആർജിക്കട്ടെ. ദേവി വേദങ്ങളെ ഉദ്ധരിച്ച് ഞങ്ങൾക്ക് തന്നാലും വിശന്നു വലഞ്ഞിരിക്കുന്ന ഞങ്ങളെ രക്ഷിച്ചാലും അമ്മേ ജഗദംബികേ എന്ന് പറഞ്ഞു. അവരുടെ വാക്കുകൾ കേട്ട് ദേവി കയ്യിലെ പഴങ്ങളും വിവിധ തരം ഭോജ്യ വസ്തുക്കളും അവർക്ക് നൽകി കൊടുത്തു. തൽക്കാലത്തെ വിശപ്പ് തീരട്ടെന്ന് പറഞ്ഞത് കൊടുത്തു. അങ്ങനെ സന്തോഷാവുകയും ചെയ്തു. അതിനാൽ ശാകംഭരി എന്ന പേരിൽ ദേവി പ്രസിദ്ധയായി. ഈ കോലാഹലങ്ങളൊക്കെ കേട്ട് ദുർഗമൻ അക്ഷൗഹിണിപ്പടയോടുകൂടി ദേവിയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു നിൽക്കുന്ന ദേവന്മാരെ വളഞ്ഞു. അപ്പൊ എല്ലെണ്ണത്തിനെയും തകർക്കുന്നതാണ്. ഇത് കണ്ട് ദേവന്മാരും വിപ്രന്മാരും രക്ഷ രക്ഷ എന്നും പറഞ്ഞു ഉറക്കെ വിലപിക്കാൻ തുടങ്ങി. ദേവി ദേവന്മാരുടെ മുമ്പിൽ രക്ഷാകവചമായി നിന്ന് ദൈത്യനോട് ഘോരമായ യുദ്ധം ആരംഭിച്ചു. ഈ പാറുന്നമ്പുകളെ കൊണ്ട് ആദിത്യമണ്ഡലം മറിഞ്ഞു. ദൈത്യനും ദേവിയും തമ്മിൽ ഉഗ്രമായ യുദ്ധം നടക്കുന്നതിനിടയിൽ ദേവിയുടെ ദേഹത്തിൽ നിന്ന് ദേവീ ശക്തികൾ പുറത്തേക്ക് വന്നു. ശക്തികൾ എന്തൊക്കെയാണ്? കാളി, ഭൈരവി, മാതങ്കി, ബാല, താരിണി, ലക്ഷ്മി, അതുപോലെ ത്രിപുര, കാമാക്ഷി, ത്രിപുരസുന്ദരി, തുലജാദേവി എന്ന് വേണ്ട മംഗളാദേവി, ചിന്നമസ്തക, 10,000 കൈകളിൽ ആയുധങ്ങളുമായി ഗുഹ്യകാളിക തുടങ്ങിയ അനേകം ശക്തികള് ദിവ്യായുധം ധരിച്ച് ദൈത്യന്റെ അക്ഷൗഹിണിയെ പടയെതിർത്തു. ദുർഗമൻ മുന്നിൽ തന്നെ ഉണ്ട് കേട്ടോ. യുദ്ധം കൊടുമ്പിരിക്കൊണ്ടു, ചോരപ്പുഴ ഒഴുകി. 10 ദിവസത്തെ യുദ്ധത്തിന് ശേഷം 11ാം ദിവസം ദുർഗമൻ രക്തചന്ദനവും രക്തമാലയും രക്താംബരവും ചാർത്തി സൈന്യത്തോടുകൂടി ഉത്സവ പ്രതീതിയിൽ ദേവിയുടെ ശക്തികളെ ആദ്യം ജയിച്ചു. നല്ലൊരു ഉത്സവത്തിന് പോകാനാണ് കേരളം. ആഡംബരത്തോടുകൂടി വന്നു. തന്റെ രഥം ദേവിയുടെ മുന്നിലായി നിർത്തി ദേവി ദൈത്യ യുദ്ധം തുടങ്ങി. 2 യാമത്തോളം ആരെയും ഭയപ്പെടുത്തുന്ന മാതിരി യുദ്ധം നടന്നു. ദേവി മൂർത്ത ബാണങ്ങൾ ദൈത്യന്റെ നേർക്കയച്ചു. അവന്റെ തേരിനെയും തേരാളിയെയും ദേവി ഛിന്ന ഭിന്നമാക്കി. അതിനുശേഷം ദേവി അമ്പെയ്ത് ദൈത്യന്റെ വക്ഷസ് പിളർന്നു. ചോര ഛർദിച്ചുകൊണ്ട് ദുർഗമൻ ദേവിയുടെ മുമ്പിൽ വീണുല്ലോ. ആ ദൈത്യന്റെ ദേഹത്തിൽ നിന്ന് പുറപ്പെട്ട തേജസ് ദേവി ലയിക്കുകയും ചെയ്തുല്ലോ. ഗംഭീരായില്ലത്. ലോകമാകെ സന്തോഷത്തിൽ ആറാടി. ബ്രഹ്മാദിദേവന്മാർ ഈ ബ്രഹ്മാവിന്റെ കൂട്ടനക്ക് കേൾക്കേ വേണ്ട. കരിയെ മുന്നിൽ നിർത്തി ഗദ്ഗതപൂർവ്വം ദേവിയെ സ്തുതിച്ചു. ദേവന്മാർ പറഞ്ഞു, ശാകംഭരി പഞ്ചകോശാന്തസ്ഥിതേ, കൈതൊഴാം കൈതൊഴാം. അനന്തകോടി ബ്രഹ്മാണ്ടത്തിലും അമ്മയും ബ്രഹ്മാ വിഷ്ണു രുദ്രന്മാർക്ക് ജനേത്രിയുമായ ദേവി നമസ്കാരം നമസ്കാരം. ഈ ദേവിയെ പോലെ ദയാദാക്ഷിണ്യം മറ്റേത് ദേവനാണുള്ളത്? പ്രകാരം സ്തുതിച്ച ശേഷം ദേവന്മാർ തന്നെ ദ്രവ്യങ്ങളെ കൊണ്ട് ദേവിയെ ആരാധിച്ചു. പ്രസന്നയായ ദേവി വേദങ്ങളെ വിപ്രന്മാർക്ക് നൽകി പറഞ്ഞു, എന്റെ ശ്രേഷ്ഠമായ വേദങ്ങളെ വേണ്ട പോലെ പരിപാലിക്കുക. ഇത് ചെയ്യാത്തവന്റെ അനുഭവം നിങ്ങളിപ്പോൾ കണ്ടില്ലേ. എന്നെ പൂജിക്കുക, ആരാധിക്കുക. മംഗളം വരുവാൻ വേറെ മാർഗങ്ങളില്ല. ശ്രേഷ്ഠമായ എന്റെ മാഹാത്മ്യം നിങ്ങൾ എപ്പോഴും പഠിക്കുക. എന്നാൽ ഞാൻ സന്തോഷിക്കും. ആപത്തുകളൊക്കെ ഞാൻ ഇല്ലാതാക്കുകയും ചെയ്തു. ധൈര്യമായി പോയിക്കോളൂ എന്ന് പറഞ്ഞു. ദുർഗമനെ വധിച്ചതുകൊണ്ട് ദേവിക്ക് ദുർഗ എന്ന പേരും ലഭിച്ചു. ശതാക്ഷി എന്ന നാമം ജപിച്ചാൽ മായയെയും ജയിക്കാം. എന്തിനധികം പറയുന്നു, സർവർക്കും പൂജനീയയാണ് ദേവി. മഹത്തരമായതും ഗോപ്യമായതും മംഗളകാരിയുമായ ശതാക്ഷി കഥ ഞാൻ നിങ്ങൾക്ക് വിസ്തരിച്ച് പറഞ്ഞു തന്നു. ഈ അധ്യായം ഭക്തിപൂർവ്വം കേൾക്കുന്നതിന് സർവ്വ അഭിഷ്ടങ്ങളും സാധ്യമാക്കുമെന്നുള്ള ഫലശ്രുതിയോടുകൂടി ആ ഭാഗം ഈ ജഗദംബികയുടെ തൃപ്പാദപത്മങ്ങളിൽ സമർപ്പിച്ചു നമ്മൾ. ഇനിയിപ്പോ എന്താ നമുക്ക് കേൾക്കാനുള്ളത്? രാജവാർത്താ പ്രശ്നം. എന്താ അങ്ങനെ പറഞ്ഞാല്, വ്യാസമഹർഷി ജനമേജയനോട് പറയുന്നു, രാജൻ, സൂര്യവംശജരുടെ ശ്രേഷ്ഠമായ കഥകൾ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നു. ചന്ദ്രവംശജരുടെ കഥ പറയണ്ടേ? അത് പറയാൻ എന്തിരിക്കുന്നു, ഒന്ന് ഞാൻ ഉറപ്പിച്ച് പറയാട്ടോ. അവരെല്ലാവരും തന്നെ പരാശക്തിയുടെ അനുഗ്രഹം കൊണ്ട് മഹാന്മാരായവരാണ്. ആര്? സൂര്യവംശ രാജാക്കന്മാരും ചന്ദ്രവംശ രാജാക്കന്മാരും. അവരുടെ ഐശ്വര്യവും ധനവും ബുദ്ധിയും കണ്ടതുകൊണ്ട് തന്നെ അത് തീർച്ചയാക്കാം അവർ പരാശക്തി ഭക്തന്മാരായിരുന്നു എന്ന്. രാജാക്കന്മാരൊക്കെ ദേവി ഉപാസകന്മാരാണ്.
ഈ ഉപാസന കൊണ്ട് സംസാര വൃക്ഷത്തിന്റെ തായ്വേര് പോലും മുറിഞ്ഞു പോകും. ധാന്യം ആഗ്രഹിക്കുന്നവർ ധാന്യം എടുത്ത് വൈക്കോലിനെ ത്യജിക്കണം. അതേപോലെ ഭക്തി ആഗ്രഹിക്കുന്നവൻ മറ്റെല്ലാം ഉപേക്ഷിക്കണം. അതൊക്കെ വേണ്ടാത്തതൊക്കെ ഉപേക്ഷിച്ച് ദേവിയെ ആരാധിക്കണം. യത്നിച്ചും ദേവി എത്ര പ്രയാസപ്പെട്ടിട്ടായാലും ദേവിയെ ഉപാസിക്കണം എന്ന് പറയണം. പഞ്ചബ്രഹ്മാസനത്തിൽ ഇരുന്നരുളുന്ന മറ്റൊരു ദേവത ഇല്ല തന്നെ. ഇത് ദേവി സ്വയം കൽപ്പിച്ചുണ്ടാക്കിയതാണ് ഈ പഞ്ചബ്രഹ്മാസനം. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ എന്നിവർ 4 കാലുകളായും സദാശിവൻ പലകയുമായിട്ടുള്ള മഞ്ചത്തിലാണ് ദേവി സ്ഥിതി ചെയ്യുന്നത്. ആ ഇരിപ്പിടത്തിന് പഞ്ചബ്രഹ്മാസനം എന്ന് പറയുന്നു. ഈ 5 മീതെയുള്ള വസ്തുവിനെ വേദം അവ്യാകൃതമെന്നും അവ്യക്തമെന്നും വ്യവഹരിക്കുന്നു. ആ അവ്യക്തതയിൽ ഊടും പാവമായി വർത്തിക്കുന്നവളാണ് ആ ഭുവനേശ്വരി. ആ ഭുവനേശ്വരി അറിയാതെ ഒരു മനുഷ്യനും മുക്തനാകുന്നില്ല. ആകാശത്തെ വസ്ത്രമാക്കി ഉടുക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമേ ദേവിയെ അറിയാതെ ഒരാൾക്ക് മുക്തനാകാൻ സാധിക്കൂ. എല്ലാ സംഘങ്ങളും ഉപേക്ഷിച്ച് മനസ്സിനെ നിയന്ത്രിച്ച് ദേവിയെ ധ്യാനം ചെയ്യണം. ഊണിലും ഉറക്കത്തിലും നടന്നും ഇരുന്നും ദേവി ജപം ചെയ്യാം. അപ്രകാരം ദേവി ഭജനം ചെയ്യുന്നവൻ സംസാരബന്ധനത്തിൽ നിന്ന് മുക്തി പ്രാപിക്കും. വിരാട് രൂപിണിയായ ഏത് വസ്തുവിലും ദേവിയെ ദർശിക്കാൻ സാധിക്കണം. മനസ്സ് ശുദ്ധമാക്കി സഗുണാകാരത്തിൽ ദേവിയെ ഭജിക്കാം. പതുക്കെ മനസ്സ് ശാന്തമായാൽ ദേവിയെ നിർഗുണാകാരമായി ഭജിക്കാൻ ശ്രമിക്കാം. ഈ മട്ടിലാണ് ചന്ദ്രവംശജാതരായ രാജാക്കന്മാർ ദേവിയെ ഭജിച്ച് സായുജ്യം നേടിയത്. ഇനി അങ്ങ് ഏത് കഥയാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? പറയൂ, ചോദിക്കൂ. രാജാവ് ചോദിക്കുകയാണ്, വ്യാസമഹാശയ, ബ്രഹ്മാവിനും വിഷ്ണുവിനും രുദ്രനും വാണി, ലക്ഷ്മി, ഗൗരി എന്നീ ശക്തികളെ ദേവി സമ്മാനിച്ചു എന്ന് പറഞ്ഞല്ലോ. ഗൗരി ഹിമവാന്റെയും ദക്ഷന്റെയും പുത്രിയാണെന്നും പറഞ്ഞു. എങ്ങനെയാണ് ഈ കന്യക രണ്ടാളുടെയും മകളായത്? പാലാഴിയുടെ മകളാണ് ലക്ഷ്മി എന്നത് പ്രസിദ്ധമാണ്. ഇതൊക്കെ എപ്രകാരമാണ് സംഭവിച്ചത്? എനിക്കിതൊന്നും പറഞ്ഞാലും കേട്ടാലും മനസ്സിലാവണില്ല. അത്രക്ക് അങ്ങോട്ട് മനസ്സിലാവണില്ല എനിക്ക്. സംശയങ്ങൾ വർദ്ധിച്ചു വരികയുമാണ്. ആ സംശയങ്ങളെ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് അറുത്തു തന്നാലും അതിനുള്ള ജ്ഞാനവും പ്രാഗൽഭ്യവും അങ്ങേക്കുണ്ടല്ലോ. രാജൻ, അങ്ങയുടെ സംശയങ്ങളൊക്കെ ഞാൻ തീർത്തു തരാൻ ശ്രമിക്കാം. ത്രിമൂർത്തികൾക്ക് 3 ശക്തികളെയും ദേവി നൽകിയെന്ന് പറഞ്ഞുവല്ലോ. അവർ അപ്പോൾ തന്നെ സൃഷ്ടിയും ആരംഭിച്ചു. അക്കാലത്ത് ഹാലൻ, ഹലൻ എന്നു പേരായ 2 അസുരന്മാർ ഉണ്ടായിരുന്നു. അവർ ബ്രഹ്മാവിന്റെ വരപ്രസാദത്താൽ അത്യന്തം പരാക്രമികളായി 3 ലോകങ്ങളും കൈയടക്കി. അതിനുശേഷം അവരെന്ത് ചെയ്തു? വൈകുണ്ഠവും കൈലാസവും കൈയടക്കാൻ ചെന്നു. അവരോട് കാമാരിയും കൈടഭാരിയും കൂടി ഘോരമായ യുദ്ധത്തിൽ ഏർപ്പെട്ടു. കാമാരി എന്ന മഹാദേവൻ, കൈടഭാരി എന്ന മഹാവിഷ്ണു. വളരെ പ്രയത്നിച്ചാണെങ്കിലും രുദ്രനും വിഷ്ണു അവരെ വധിച്ചു. അവരെ വധിച്ച അഹങ്കാരത്തിൽ രുദ്രനും വിഷ്ണുവും തങ്ങളുടെ ശക്തിയെ ശരിയായും ധരിക്കാതെ തങ്ങളുടെ ശക്തിയിൽ ഊറ്റം കൊണ്ട് അഹങ്കരിച്ച് ഓരോന്നും പറയുവാൻ തുടങ്ങി. ഇതൊന്നും ശരിയല്ല കേട്ടോ. മഹാവിഷ്ണുവിന് എവിടെയും അഹങ്കാരം ഉണ്ടായതായിട്ട് പറയുന്നത് കേട്ടിട്ടില്ല. അഹങ്കാരമുള്ള ആൾക്കാരെ ഭഗവാൻ ഇഷ്ടമല്ല, അങ്ങനെയാണ് ഞാൻ കേട്ടത്. ഇതൊക്കെ കേട്ട് ലക്ഷ്മിയും ഗൗരിയും കള്ളച്ചിരി എന്തോ പറഞ്ഞ് പരിഹസിച്ചു. ഇത് കണ്ട് കോപം വന്ന വിഷ്ണുവും രുദ്രനും കൊള്ളിവാക്കുകൾ പറഞ്ഞ് ദേവിമാരെ അപമാനിച്ചു. ഇതൊന്നും ഉണ്ടായതല്ല. ദേവീ ശക്തികളായ ഗൗരിയും ലക്ഷ്മിയും പെട്ടെന്ന് അന്തർധാനം ചെയ്തു. ആ ശക്തികളുടെ ചേർച്ച പോയതിനാൽ രുദ്രനും വിഷ്ണുവും ശക്തിഹീനരും തേജോഹീനരായും ഭവിച്ചു. ഇത് കണ്ട് വിധിയും അമ്പരന്നു. വിധി പറഞ്ഞ ബ്രഹ്മാവ്. അപ്പൊ ബ്രഹ്മാവ് വിചാരിക്കുന്നു, ഈ ദേവന്മാർ പോലും ശക്തിഹീനരായിരുന്നു. എന്താണ് അതിന് കാരണം? കാരണം പറഞ്ഞാലേ പ്രതിവിധി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പത്മസംഭവൻ ധ്യാനത്തിൽ പ്രവേശിച്ചു. പരാശക്തിയുടെ പ്രകോപനമാണ് ഇതിന് കാരണമെന്നറിഞ്ഞപ്പോൾ സമാധാനമായി. വിധി സ്വന്തം ശക്തി കൊണ്ട് വിഷ്ണുവിന്റെയും രുദ്രന്റെയും ജോലി ഏറ്റെടുത്തു. 2 പണിയും ബ്രഹ്മാവിനെ ചെയ്യാൻ തുടങ്ങി. ഇന്നിപ്പം എടുക്കും ആരെങ്കിലും 2-3 പണി ഒരാൾ എടുക്കണമെന്ന് വെച്ചാൽ എടുക്കൂല. പിന്നീട് സർവജ്ഞനായ ബ്രഹ്മദേവൻ തന്റെ മാനസപുത്രന്മാർ സനകാദികളെയും മനു തുടങ്ങിയവരെയും വിളിച്ചു വരുത്തി പറഞ്ഞു. തന്റെ അടുത്ത് വന്ന് വണങ്ങി നിൽക്കുന്ന അവരോട് ബ്രഹ്മാവ് പറയാൻ തുടങ്ങി. ജോലി തിരക്കൊണ്ട് എനിക്ക് തപസ്സനുഷ്ഠിക്കാൻ സമയമില്ലല്ലോ മക്കളെ. പരാശക്തിയെ പ്രസാദിപ്പിക്കാനായി ജഗത്തിന്റെ ഭാരം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ദേവീ കോപത്താൽ രുദ്രനും വിഷ്ണുവും തളർന്നിരിക്കുകയാണ്. അതുകൊണ്ട് അംബികയെ പ്രസാദിപ്പിക്കാൻ
നിങ്ങൾ പൂർണ്ണ ഭക്തിയോടുകൂടി തപസ് ചെയ്യുവിൻ. നിങ്ങളുടെ തപസ് കൊണ്ട് രുദ്രന്റെയും വിഷ്ണുവിന്റെയും തേജസ്സും ശക്തിയും വീണ്ടെടുക്കണം. പുത്രന്മാരെ, നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുവിൻ എന്ന് പറഞ്ഞു. അപ്രകാരം സംഭവിച്ചാൽ നിങ്ങളുടെ യശസ്സും വർദ്ധിക്കും. ആ ശക്തികൾ പുനർജന്മമെടുക്കുമ്പോൾ ആ വംശം 3 ലോകത്തെയും പരിപാവനമാക്കുകയും കൃതാർത്ഥരാക്കുകയും ചെയ്യും. ഇപ്രകാരം ലോകപിതാമഹൻ പറഞ്ഞപ്പോൾ ദക്ഷൻ തുടങ്ങിയ ബ്രഹ്മാവിന്റെ പുത്രന്മാർ വനത്തിൽ പ്രവേശിച്ച് ശുദ്ധചിത്തരായി തപസ് ആരംഭിച്ചു. അവരെങ്ങനെ അവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. ആ തപസ്സിന്റെ അനന്തരഫലം നമുക്ക് നാളെ അറിയാം. ഇന്നത്തെ ഭാഗം ഭഗവത്പാദങ്ങൾ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.